വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ക്ലാസ് 3 EVS പരിസര പഠനം, ദ വേൾഡ് വി ലീവ് ഇൻ. ദ വേൾഡ് വി ലീവ് ഇൻ. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നാം ജീവിക്കുന്ന ഭൂമി, ഭൂമിയുടെ ആകൃതി, ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ആകൃതി. ഭൂമിയുടെ ആകൃതി നമുക്ക് കാണാനായിട്ട് കഴിയുമോ? ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുമോ? എല്ലായിടവും ഒരുപോലെയാണ് അല്ലേ? അപ്പോൾ ഭൂമിയുടെ ആകൃതി ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയത്തില്ല. ബഹിരാകാശത്ത് നിന്നും നോക്കിയപ്പോൾ കണ്ട ഭൂമിയുടെ ആകൃതിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് കാണാൻ ഉരുണ്ട ആകൃതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബോൾ പോലെ, പന്ത് പോലെ ഉരുണ്ടിരിക്കുവാണ്. ഉരുണ്ട ആകൃതിയുള്ള വസ്തുക്കളെ എന്താ വിളിക്കുന്നേ? ഗോളം എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നേ? ഗോളം. റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്ട്സിന് എന്താ വിളിക്കുക? സ്പിയർ. റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്റ്റിന് എന്താ വിളിക്കുക? സ്പിയർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഗോളാകൃതി, സ്പിറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നുണ്ട് ഭൂമിയുടെ ആകൃതി. ഭൂമിയുടെ ആകൃതി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഗോളാകൃതി എന്നാണ് പറയുന്നത്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു സഞ്ചാരി വന്നിട്ടുണ്ടായിരുന്നു. ആരാണെന്നറിയാവോ? മഗല്ലൻ. മഗല്ലൻ്റെ കപ്പലാണ് ഈ കാണുന്നത്. മഗല്ലൻ്റെ കപ്പലിൻ്റെ മോഡലാണ്. എന്താണെന്നറിയാവോ? ഈ മഗല്ലൻ എന്തുകൊണ്ടാണ് ഭൂമിക്ക് ഗോളാകൃതി എന്ന് പറഞ്ഞതെന്നറിയാവോ? മഗല്ലൻ ഒരു യാത്ര പോയി. എങ്ങനെയാണ് യാത്ര പോയതെന്നറിയാവോ? കപ്പലിലാണ് യാത്ര പോയത്. പായ്ക്കപ്പലിൽ. പായ്ക്കപ്പലിലാണ് മഗല്ലൻ യാത്ര പോയത്. ഫെർഡിനൻഡ് മഗല്ലൻ എന്നാണ് പേര്. ഫെർഡിനൻഡ് മഗല്ലൻ. അപ്പോൾ ഭൂമി ഗോളാകൃതിയാണ്, ഉരുണ്ടതാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ആദ്യത്തെ സഞ്ചാരി ആരാണ്? ഫെർഡിനൻഡ് മഗല്ലനാണ്. മഗല്ലനും കൂട്ടരും ഒരു പായ്ക്കപ്പലിൽ യാത്ര തുടങ്ങി. ഒരേ ദിശയിലാണ് അവർ സഞ്ചരിച്ചത്. യാത്ര വളരെ പതുക്കെയായിരുന്നു. വർഷങ്ങൾക്കൊടുവിൽ ആ പായ്ക്കപ്പൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ മഗല്ലനും കൂട്ടരും എന്ത് ചെയ്തു? സെയിൽ ബോട്ട്, പായ്ക്കപ്പലിൽ യാത്ര തുടങ്ങി. എന്തിലാ? പായ്ക്കപ്പൽ, സെയിൽ ബോട്ടിൽ യാത്ര തുടങ്ങി. അവർ എവിടെ നിന്നാണോ യാത്ര തിരിച്ചത്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ സം ഇയേഴ്സ് ദ സെയിൽ ബോട്ട് എൻഡഡ് അപ്പ് ദ സെയിം പ്ലേസ് വേർ ഇറ്റ് സ്റ്റാർട്ടഡ് ദ വോയേജ്. അവർ എവിടെ നിന്നാണോ യാത്ര ആരംഭിച്ചത് അവിടെ തന്നെ ഈ സെയിൽ ബോട്ട് എത്തിച്ചേർന്നു, പായ്ക്കപ്പൽ എത്തിച്ചേർന്നു. അങ്ങനെ അവർ പറഞ്ഞു, മഗല്ലൻ പറഞ്ഞു, ഭൂമി ഉരുണ്ടതാണ്. ഭൂമി ഉരുണ്ടതാണ്, അതുകൊണ്ടാണ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നത് എന്ന്. ഗോളാകൃതിയാണ്, ഉരുണ്ടതാണ്. ഭൂമി ഉരുണ്ടതാണ് എന്ന് ആര് പറഞ്ഞു? മഗല്ലൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ മഗല്ലനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആദ്യത്തെ ആൾ. ഫെർഡിനൻഡ് മഗല്ലനാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ആദ്യത്തെ ആൾ. ഓക്കെ, ഇതെന്താണെന്നറിയാവോ കൂട്ടുകാരി? ഞാനാണ് ഗ്ലോബ്. എന്താ? ഫ്രണ്ട്സ്, ഐ ആം ഗ്ലോബ്. ഫ്രണ്ട്സ്, ഐ ആം എ ഗ്ലോബ്. അപ്പോൾ ഇതെന്താണ്? ഗ്ലോബാണ്. ഈ ഗ്ലോബിന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഗ്ലോബിൽ കൂടുതൽ കാണുന്ന നിറം എന്താ? കൂടുതലും ഏത് നിറമാണ് കാണുന്നത്? ബ്ലൂ, നീല നിറമാണ് അല്ലേ? അപ്പം അത് എന്താണ് നമുക്കൊന്ന് പഠിച്ചാലോ? ഇത് ഗ്ലോബാണ്. ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗ്ലോബ്. ഗ്ലോബ് എന്തിനാണ്? ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ. പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. സ്റ്റഡി അബൌട്ട് ദ എർത്ത്. എർത്തിനെ കുറിച്ച്, ഭൂമിയെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ, പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ഗ്ലോബ്.
ഓക്കെ, അപ്പോൾ ഇത് ഗ്ലോബാണ്. ഭൂമിയെക്കുറിച്ച് പഠിക്കാനാണ് ഗ്ലോബ് ഉപയോഗിക്കുക. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം. ഈ ഗ്ലോബിൽ ടീച്ചറും കുട്ടികളും നിൽപ്പുണ്ട്. ഈ ഗ്ലോബിൽ കൂടുതൽ കാണുന്ന നിറം നീല നിറമാണ്, ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ബ്ലൂ കളറിൽ നിങ്ങൾ എന്താ കണ്ടിട്ടുള്ളേ? കടൽ, സീ. എന്താണ്? ഈ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം സീ ആണ്. എന്താണ്? സീ. ഇനി ഇതാ കളറായിട്ട് പല കളറിൽ കാണുന്നതാണ് ലാൻഡ്, കര. എന്താ? പല നിറങ്ങളിൽ കാണുന്നത് എന്താണ്? അതർ കളേഴ്സ് എല്ലാം എന്താണ്? ലാൻഡ് പാർട്സ് ആണ്. ഓക്കെ, ലാൻഡ് ആണ്, കരഭാഗമാണ്. ഇത് സീ. ബ്ലൂ നിറത്തിൽ കാണുന്നത് സീ ആണ്. പല നിറങ്ങളിൽ കാണുന്നത് ലാൻഡ് പാർട്സ് ആണ്, കരഭാഗങ്ങളാണ്. അപ്പോൾ കരയാണോ കടലാണോ കൂടുതൽ? The sea area is more than twice the size of the land area. കരഭാഗത്തേക്കാൾ, കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം കടലുണ്ട്. കരയേക്കാൾ കരയുടെ ഇരട്ടിയിലധികം എന്തുണ്ട്? കടലുണ്ട്. അപ്പോൾ കരയാണോ കടലാണോ കൂടുതൽ? കടലാണ് കൂടുതൽ. നോക്കി, എല്ലായിടവും ബ്ലൂവിലെ കാണുന്നേ കടലാണ് കൂടുതൽ. അപ്പോൾ ഇത് ഗ്ലോബാണ്. ഗ്ലോബ് ഭൂമിയെക്കുറിച്ച് പഠിക്കാനാണ് ഗ്ലോബ് ഉള്ളത്. അപ്പോൾ കൂടുതലും എന്താ കാണുന്നേ? കടലാണ് കാണുന്നത്. ഈ പല നിറത്തിൽ കാണുന്നത് എന്താണ്? ലാൻഡ് പാർട്സ്, കരഭാഗങ്ങളാണ് പല നിറങ്ങളിൽ കാണുന്നത്. അപ്പോൾ കരയാണോ കടലാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ ഏതാ കൂടുതൽ? കടൽ ആണ് കൂടുതൽ, കര കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഗ്ലോബിൽ നിന്ന് കണ്ടെത്താൻ മനസ്സിലായല്ലോ? ഭൂമിയെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഗ്ലോബാണ്. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.